ഹലോ ഗൈസ്, ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഇന്നൊരു സ്പെഷ്യൽ പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കുകയാണ്. നാളികേരമാണിത്. തേങ്ങ ഞാൻ വറുത്തെടുക്കാം. തേങ്ങ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നട്ട് വളർത്തുന്ന കേട്ടോ, അതുകൊണ്ട് കുറച്ച് കൂടുതലിട്ടാലും നല്ലതായിരിക്കും. പുറത്തുനിന്ന് മേടിക്കുന്നതൊക്കെ ആകുമ്പോഴല്ലേ നമുക്ക് കുറേ ചേർക്കാനൊക്കെ മതി. തേങ്ങ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഏകദേശം ഭാഗമായിട്ടുണ്ട്. നമുക്കിതിന് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതാണ് പുഴുക്കിൻ്റെ പ്രധാന വസ്തുക്കളെ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചേന, കടല, കപ്പ, ചേമ്പ്, കായ, ഏത്തക്കായോ അല്ലാത്ത കായോ ഏതാണെങ്കിലും ഇടാം കേട്ടോ. പിന്നെ കാച്ചിൽ ഞാൻ ഇടാറുണ്ട്, പക്ഷേ ഇതിൻ്റെ എൻ്റെ അടുത്ത് വെള്ളക്കാച്ചിലുണ്ടായില്ല. അപ്പോൾ നീല ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളറ് മാറ്റം വരൂലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. കാച്ചിലുണ്ടെങ്കിൽ അതും ഇടാം. ഇതെല്ലാം കൂടി വെറുതെ വേവിച്ചെടുത്ത കേട്ടോ. അപ്പോൾ കടലയും ചേനയും ഞാൻ കുക്കറിൽ വേറെ വേവിച്ചെടുത്ത്, എന്നിട്ട് ഇതിപ്പോൾ ഒന്നിച്ചെല്ലാം കൂടി മിക്സ് ചെയ്തതാണേ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ വറുത്ത് വെച്ചില്ലേ, അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ടൊന്നും അരയണമെന്നൊന്നുമില്ല കേട്ടോ. ഒന്ന് കൃഷി ചെയ്തിട്ടിരുന്നവരുണ്ട്, ഞാൻ ഇച്ചിരി അരച്ചിട്ടാണ് ചേർത്തത്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല, മീറ്റ് മസാല ഏത് ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ചിക്കൻ മസാലയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അതാ സാധാരണ ചേർക്കാറ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കണം. അരപ്പെല്ലാം ചേർക്കുമ്പോൾ അതിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാകും കേട്ടോ. വെള്ളം പ്രത്യേകം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരടപ്പ് വെച്ച് മൂടി വെച്ച് ഒന്ന് ആവി കയറ്റാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ആക്കിയതാണ് കേട്ടോ. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ ഇങ്ങനെ ആക്കി വെക്കും. അപ്പോൾ ഗേറ്റിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഉള്ള വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണോ എന്നറിയത്തില്ല, നമുക്ക് അതിന് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ അതിൻ്റെ സ്മെല്ല് വരുമ്പോൾ പഴയ ഓർമ്മകളൊക്കെ വരുന്നു. ആഹാ, സ്മെല്ല് വന്നിട്ട് തന്നെ കൊതി വരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.